വെൽക്കം ബാക്ക് ടു Xylem Learning Practice ആണ്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഈ ഒരു ഒറ്റ വീഡിയോയിൽ നമുക്ക് പ്ലാന്റ് ടിഷ്യൂസും അതുപോലെ തന്നെ മെരിസ്റ്റംസും എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, വീഡിയോ നല്ല രീതിയിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് കാണുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ടിഷ്യൂസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമുക്ക് പ്ലാന്റ് ടിഷ്യൂസും അതുപോലെ തന്നെ ആനിമൽ ടിഷ്യൂസും പഠിക്കാനുണ്ട്. പ്ലാന്റ് ടിഷ്യൂസിൽ തന്നെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഫ്ലോ ചാർട്ട് പഠിച്ചാൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകും. പ്ലാന്റ് ടിഷ്യൂസിനെ പെർമനന്റ് ടിഷ്യൂസ് എന്നും മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് എന്നും നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പെർമനന്റ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? അവരൊരു ഫംഗ്ഷൻ ഏറ്റെടുത്ത് സിമിലർ സ്ട്രക്ചറിൽ നിൽക്കുന്ന ഒരാൾക്കാരാണ്. അപ്പോൾ ആ ഒരു സ്ട്രക്ചർ ഏറ്റെടുത്ത് ആ ഒരു ഫംഗ്ഷൻ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അവരെന്തായി? പെർമനന്റ് ടിഷ്യൂസായി മാറി. അതിന് എക്സാമ്പിളാണ് സിമ്പിൾ പെർമനന്റും കോംപ്ലക്സ് പെർമനന്റും. സിമ്പിൾ പെർമനന്റ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ സ്ട്രക്ചർ ആയിട്ടുള്ളവരാണ്. പാരൻ കൈമ, കോളം കൈമ, സ്ക്ലീറൻ കൈമ ഒക്കെ എന്താണ്? സിമ്പിൾ ആയിട്ടുള്ള പെർമനന്റ് ടിഷ്യൂസ് ആണ്. ഇനി കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂസ് എന്ന് പറഞ്ഞാലോ അതിൽ രണ്ടാൾക്കാരാണ്, സൈലവും ഫ്ലോയവും. ഇവരെന്താ? കുറച്ചുകൂടെ കോംപ്ലക്സ് ആണ്. കുറേ വ്യത്യസ്ത തരത്തിലുള്ള സ്ട്രക്ചറുള്ള ടിഷ്യൂസും കുറച്ചുകൂടെ കോംപ്ലക്സ് ഫംഗ്ഷൻ ചെയ്യുന്നവരുമാണ് സൈലം ആൻഡ് ഫ്ലോയം എന്ന് പറഞ്ഞാൽ. സോ സൈലം വാട്ടർ ട്രാൻസ്പോർട്ടിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്, ഫ്ലോയം എന്ന് പറയുന്നത് ഫുഡ് ട്രാൻസ്പോർട്ടിനുമാണ്. അപ്പോൾ അതിൽ തന്നെ കണ്ടോ, സൈലത്തിൽ തന്നെ ട്രക്കീഡ്, വെസൽ, സൈലം, പാരൻകൈമ, ഫൈബേഴ്സ്, അങ്ങനെ അതിൻ്റെ ഉള്ളിൽ തന്നെ വ്യത്യസ്ത സെല്ലുകൾ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് അവരെ കോംപ്ലക്സ് ടിഷ്യൂസ് എന്ന് പറയുന്നത്. ഇനി മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലാന്റിൻ്റെ വളർച്ച സമയത്ത് അല്ലെങ്കിൽ അവരുടെ ഗ്രോയിങ് പീരീഡിന് അവരെ സപ്പോർട്ട് ചെയ്യുന്ന, അവരെ ഗ്രോ ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന യങ് സ്റ്റെമ്മിൽ ആൻഡ് ലീഫിലൊക്കെ നമ്മൾ കാണുന്നതാണ് ഈ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ്. അപ്പോൾ അതിൽ 3 തരമാണ്: എപ്പിക്കൽ, ഇന്റർകാലറി ആൻഡ് ലാറ്ററൽ മെരിസ്റ്റം. സോ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ദ ഗ്രോത്ത് ഓഫ് പ്ലാന്റ് ഒക്വർ ഓൺലി ഇൻ സർട്ടൈൻ റീജിയൻ അല്ലെങ്കിൽ സർട്ടൈൻ സ്പെസിഫിക് റീജിയൻ. പ്ലാന്റിൽ എല്ലായിടത്തും നമുക്ക് എന്ത് കാണാൻ പറ്റില്ല? മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിനെ കാണാൻ പറ്റില്ല. സ്പെസിഫിക് ലൊക്കേഷൻസിലെ നമുക്ക് കാണാൻ പറ്റും. ദിസ് ഈസ് ബിക്കോസ് ഡിവൈഡിങ് ടിഷ്യൂ ഇസ് ഓൾസോ നോൺ എസ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ. ഇവിടെ ഡിവൈഡ് ചെയ്യുന്ന ടിഷ്യൂസിനെ നമ്മൾ പറയുന്നത് എന്താണ്? മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് എന്നാണ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഇസ് ലൊക്കേറ്റഡ് ഓൺലി അറ്റ് ദിസ് പോയിന്റ്സ്. അപ്പം ഓരോ സ്പെസിഫിക് സ്ഥലത്ത് മാത്രമേ നമുക്ക് ആരെ കാണാൻ പറ്റൂ? മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിനെ കാണാൻ പറ്റും. ഇവർ ലൈവ് ടിഷ്യൂസ് ആണ്, കണ്ടിന്യൂസ് ഡിവൈഡ് ചെയ്യുന്ന ടിഷ്യൂസുമാണ് ദ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ഓർത്ത് വെച്ചോളാം, ദേ ഡിവൈഡ് കണ്ടിന്യൂസ്ലി. ഡിവൈഡ് കണ്ടിന്യൂസ്ലി. അടുത്ത പോയിന്റ് എന്താണ്? ആക്റ്റീവാണ് ഇവർ എപ്പോഴും. യങ് സ്റ്റെം അല്ലെങ്കിൽ യങ് റീജിയനിലാണ് നമ്മൾ ഇവരെ കൂടുതലായിട്ട് കാണുന്നത്. അപ്പം എപ്പിക്കൽ മെരിസ്റ്റം എന്ന് പറയുമ്പം ഇത് 3 തരത്തിലാണ് നമ്മൾ മെരിസ്റ്റം പറയുന്നത്. ഇവിടെ ഈ റൂട്ട് ടിപ്പ് അല്ലെങ്കിൽ ഷൂട്ട് ടിപ്പ്, ഇതിൻ്റെ ടിപ്പ് പോർഷനിൽ കാണുന്നതിനെയാണ് എപ്പിക്കൽ മെരിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, റൂട്ടിൻ്റെ ടിപ്പിൽ, ഷൂട്ടിൻ്റെ ടിപ്പിക്കൽ, അതുപോലെ എപ്പിക്കൽ ബഡ് ഫോർമേഷൻ നടക്കുന്നിടത്ത് അവിടെയൊക്കെ ടിപ്പ് പോർഷനിൽ കാണുന്നതാണ് എന്ത്? എപ്പിക്കൽ മെരിസ്റ്റം എന്ന് നമ്മൾ പറയുന്നത്. ക്ലിയർ ആയോ? എപ്പിക്കൽ മെരിസ്റ്റം പ്രസന്റ് അറ്റ് ദി ഗ്രോയിങ് ടിപ്പ് ഓഫ് സ്റ്റെം ആൻഡ് root increase the length of stem and root. സ്റ്റെമ്മിൻ്റെ ഒക്കെ ലെങ്ത്, റൂട്ടിൻ്റെ ഒക്കെ ലെങ്ത് കൂട്ടാൻ സഹായിക്കുന്നതാണ് എന്ത്? എപ്പിക്കൽ മെരിസ്റ്റം എന്ന് നമ്മൾ പറയുന്ന ആൾക്കാർ. ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ ലാറ്ററൽ മെരിസ്റ്റം. ലാറ്ററൽ മെരിസ്റ്റം എന്ന് പറഞ്ഞാൽ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ടോ? ഈ പറയുന്ന നമ്മുടെ സൈലവും ഫ്ലോയും ഒക്കെ ഉള്ളിടത്ത് തന്നെ അതിൻ്റെ ഇടയിലായിട്ടാണ് ആരെയും നമുക്ക് കാണാൻ പറ്റുക? ലാറ്ററൽ മെരിസ്റ്റം എന്ന് പറയുന്നത്. ഇതിന് മറ്റൊരു പേരും കൂടെ നമ്മൾ പറയും, ക്യാമ്പിയം. ഇത് വരുമ്പോൾ എന്ത് ചെയ്യും? അവിടെ ഡിവിഷൻ നടക്കും. അപ്പം ഒരു പ്ലാന്റിൻ്റെ ഗർത്ത് അല്ലെങ്കിൽ വണ്ണം, ഗർത്ത് ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ത്? ലാറ്ററൽ മെരിസ്റ്റം. ഗർത്ത് ഓഫ് ദ സ്റ്റെം ഓർ റൂട്ട് ഇൻക്രീസസ്. കേട്ടല്ലോ? അപ്പോൾ റൂട്ടിലും സ്റ്റെമ്മിലും ഗർത്ത്, വണ്ണം കൂട്ടാൻ സഹായിക്കുന്ന ടിഷ്യൂ ആണ് എന്ത്? ലാറ്ററൽ മെരിസ്റ്റം എന്ന് പറയുന്നത്. മൂന്നാമത്തേത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇന്റർകാലറി മെരിസ്റ്റം. അതായത് നോഡൽ ഇന്റർനോഡൽ റീജിയനിൽ കാണുന്നതാണ് എന്ത്? ഈ ഇന്റർകാലറി മെരിസ്റ്റം. സീൻ ഇൻ പ്ലാന്റ്സ് ലൊക്കേറ്റഡ് നിയർ ദ നോഡ്. അപ്പോൾ പ്ലാന്റ് നമ്മൾ എടുക്കുമ്പം ഇവിടെ നോഡ് ഉണ്ട്, അതുപോലെ ഈ റീജിയനെ നമ്മൾ പറയുന്നത് ഇന്റർനോഡൽ റീജിയൻ എന്നാണ്. അപ്പോൾ ഈ നോഡും ഇന്റർനോഡൽ റീജിയൻ എടുക്കുന്ന സമയത്ത് ആ ഗ്യാപ്പിൽ വളരുന്ന ആൾക്കാരാണ് ഇന്റർകാലറി മെരിസ്റ്റം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇന്റർകാലറി മെരിസ്റ്റം എന്ന് പറയുന്നത്. സോ ഇന്റർകാലറി മെരിസ്റ്റം സീൻ ഇൻ സം പ്ലാന്റ്സ് ഇസ് ലൊക്കേറ്റഡ് നിയർ ദ നോഡ്. നോഡിന് അടുത്താണ് വളരുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? സ്റ്റെമ്മിൻ്റെ ലെങ്ത് കൂട്ടാൻ സഹായിക്കുന്നതാണ് ഇന്റർകാലറി മെരിസ്റ്റം. അപ്പോൾ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് 3 നമ്മൾ പറഞ്ഞു: എപ്പിക്കൽ മെരിസ്റ്റം, ലാറ്ററൽ മെരിസ്റ്റം, ഇന്റർകാലറി മെരിസ്റ്റം. ഈ പിക്ചർ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ മൂന്നും എവിടെ കാണുന്നു, 3ൻ്റെ ഫങ്ഷൻസ് എന്താണെന്ന് നന്നായിട്ട് പഠിച്ചു വെക്കുക. കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് മിസ് വീണ്ടും വരാം. അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ലാറ്ററൽ മെരിസ്റ്റം അല്ലെങ്കിൽ ക്യാമ്പിയത്തിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സീ യു സൂൺ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.